പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ നമ്മളിപ്പോൾ പല പോസ്റ്ററുകളും കണ്ടിട്ടുണ്ട്. ഗോൾഡൻ ടെക്സ്ചറൊക്കെ ആയിട്ടുള്ള 3D ടൈറ്റിൽ പോലെ ഒരു സിനിമാറ്റിക് ലുക്കൊക്കെ ഉള്ള ടൈറ്റിലുകൾ ഉത്സവത്തിൻ്റെ പോസ്റ്ററുകളിലൊക്കെ പ്രത്യേകമായിട്ട് കാണുന്ന ആ സ്റ്റൈല് ടൈറ്റിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ പിക്സൽ നമുക്ക് നമ്മളിപ്പോൾ സാധാരണ കാണുന്ന ലുക്കിലുള്ളത് അധികവും ഫോട്ടോഷോപ്പിൽ ചെയ്തതായിരിക്കും. നമുക്കപ്പോൾ അതിൻ്റെ ചെറുതായിട്ടുള്ള രീതിയിൽ പിക്സൽ ലാബിൽ തന്നെ അടിപൊളിയായിട്ടൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ പിക്സൽ ലാബിൽ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് രീതിയാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം നമുക്ക് ആവശ്യമായ ടൈറ്റിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മലയാളം ടൈറ്റിൽ ആയതുകൊണ്ട് തന്നെ നമുക്കത് കോഡ് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ടൈറ്റിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈറ്റിലാണ് നമുക്ക് ആ രീതി സ്റ്റൈലിലോട്ട് മാറ്റേണ്ടത്. അപ്പോൾ അതിൻ്റെ കോഡ് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിന് നല്ലൊരു സ്റ്റൈല് ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാൻ ഈ ഒരു സ്റ്റൈലാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഫോണ്ട് സ്റ്റൈലാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് നമ്മൾ ടെക്സ്ചർ കൊടുക്കണം. അതിന് മുമ്പ് നമ്മുടെ ഈ ടെക്സ്റ്റുകൾ തമ്മിലുള്ള അകലം നമുക്ക് കുറച്ച് കുറക്കണം. അപ്പോൾ സ്പേസിങ്ങിൽ ഒരു -5 കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 4 കൊടുക്കാം. ഓക്കെ, ആവശ്യമായ വലുപ്പത്തിലോട്ട് വെച്ചിട്ട് നമുക്കിതിന് ടെക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഈ ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ടെക്സ്ചർ എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്ചർ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ക്രോമിലിപ്പോൾ ആവശ്യമായിട്ടുള്ള ഗോൾഡൻ ടെക്സ്ചർ ആണെങ്കിൽ ഗോൾഡൻ ടെക്സ്ചർ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ആവശ്യമായിട്ടുള്ള പല ടൈപ്പിലുള്ള ടെക്സ്ചറുകളും കാണും. ഇനി അതല്ല സിൽവർ ആണെങ്കിൽ സിൽവർ കിട്ടും. അതല്ല ഇനി നമുക്ക് മറ്റുള്ള ഇതൊക്കെ കിട്ടും. ഇപ്പം ഫയറിൻ്റെ ടെക്സ്ചർ ആണെങ്കിൽ ഫയർ കിട്ടും. അങ്ങനെ ഉള്ളതൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഏത് ടെക്സ്ചറാണ് വേണ്ടതിനനുസരിച്ച് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ക്രോമിൽ സെർച്ച് ചെയ്തിട്ട് ആവശ്യമായത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഗോൾഡൻ ആയിട്ടാണ് അധികം കൂടുതലും നമ്മൾ ഈ ഉത്സവ പോസ്റ്ററുകളൊക്കെ കാണാറുള്ളത്. ഇപ്പോൾ ഞാൻ ആ ടെക്സ്ചറാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ടെക്സ്ചർ ഇവിടെ ആയിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു ഇതായിട്ടുണ്ട്. നമുക്ക് ആ ബെവൽ പോലത്തുള്ള ആ ഒരു ഇത് വരണം, എഫക്റ്റ് ഇങ്ങോട്ട് വരണം നമുക്ക്. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഇവിടെ എംബോസ് എന്നുള്ളൊരിത് കാണാം, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എനേബിൾ ചെയ്യുക. ഇപ്പോൾ എനേബിൾ ചെയ്യുമ്പോൾ ഇവിടെ പിക്സൽ ലാബിലുള്ളൊരു പ്രോബ്ലമാണത്. അപ്പോൾ നമ്മളിത് എന്താണ് ചെറുതായിട്ട് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇത് റെഡി ആവാറുണ്ട്. ഓക്കെ, അത് ചെറുതായിട്ട് ഇങ്ങനെ വലിച്ചു വെക്കുമ്പോൾ റെഡിയായി വരും. എന്നിട്ട് നമ്മളത് ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ ഇൻറ്റൻസിറ്റിയും അതുപോലെ തന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമ്മളിതിൽ 3D ടെക്സ്റ്റ് എന്നുള്ളത് എനേബിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിവിടെ ലൈറ്റിംഗ് എന്നുള്ളിടത്ത് ഓഫാക്കിയിട്ട് ഇതിൻ്റെ ഡെപ്ത്ത് നമുക്ക് 2 മതി. ഓക്കെ, അങ്ങനെ ചെയ്യാൻ സാധിക്കും. വേണമെങ്കിൽ 3D ഒഴിവാക്കിയിട്ടും ചെയ്യാം. ഓക്കെ, അപ്പം ആ രീതിയിലോട്ട് ഇത് ഏകദേശം കിട്ടിയിട്ടുണ്ടോയെന്ന് മനസ്സിലാക്കുന്നു. അപ്പം ഇത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് പിക്സൽ ലാബിലും ചെയ്യാൻ സാധിക്കും. ഇനി വേണമെങ്കിൽ നമുക്ക് മറ്റ് ഷേപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് കൂടുതൽ അടിപൊളിയായിട്ടുള്ള ടെക്സ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് ടൈമിലും ഈ ടെക്സ്റ്റർ ആഡ് ചെയ്തിട്ട് ഇതുപോലത്തെ എഫക്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല കണ്ടൻറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.